അപ്പം എത്ര പേര് ഇവിടെ ഈ ഗാമ ഡോട്ട് ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദിസ് ഇൻ എ പവർഡ് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു റിപ്പോർട്ടോ സ്ട്രാറ്റജീസ് പ്രസൻറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ആരെങ്കിലും ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ഒരു പ്ലാറ്റ്ഫോം? എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? അതിനത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കസ്റ്റമൈസേഷനൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാന ഒരു പ്രശ്നം നിങ്ങൾ ചിലപ്പം ഫേസ് ചെയ്യുന്ന ഇപ്പോൾ ഇതായിരിക്കും. ബ്ലൂ സ്ട്രീക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഗാമ ഡോട്ട് ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കാം ചിലപ്പം. അതായത് നമ്മളൊരു സ്ഥിരം ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ പിച്ച് ആയാലും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, മന്ത്ലി നമ്മൾ ക്ലയൻസിന് കൊടുക്കുന്ന റിപ്പോർട്ടായാലും നമ്മളൊരു കസ്റ്റം ടെംപ്ലേറ്റ് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അത് ഇതിന് എളുപ്പം പറ്റില്ല. പക്ഷേ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ കൊടുക്കണം, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് കൊടുക്കണം, കണ്ടന്റ് കലണ്ടർ കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക വേറെന്താ നിങ്ങൾ ഒരു റാൻഡം ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെല്ലാം ഈ പറഞ്ഞ സംഭവം ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ലാസ്റ്റ് മിനിറ്റിൽ ക്ലയൻറ്റ് മീറ്റിംഗ് ഇപ്പം നടക്കാൻ പോവാണ്, അപ്പോൾ ഒരു ഡെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ്. ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇത് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് തന്നെ കുറച്ച് നേരത്തെ ഒരു ക്ലയൻറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതായത് ഇന്ന് കൊടുക്കാമെന്ന് നമ്മൾ ഏറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റിപ്പോർട്ടിങ് നമ്മളൊരു രീതിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അത് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഗാമ ഉപയോഗിച്ചിട്ട്. അപ്പം ആ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുവാണെങ്കിൽ ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എനിത്തിങ് ബ്യൂട്ടിഫുള്ളി. നിങ്ങൾക്ക് ഒരു എസ്തെറ്റിക് സെൻസ് കുറവാണെന്നുള്ളവർ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ഫോർമാറ്റിങ്ങിൽ അത്ര സ്കിൽഡ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഈ ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഒരു എ പവർഡ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യുന്നതനുസരിച്ച് അത് കൺവേർട്ട് ചെയ്ത് സ്ലൈഡ് ആക്കി തരും നമുക്ക്. എന്ന് വെച്ചാൽ ഫുൾ കണ്ടന്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫുൾ കണ്ടന്റ് കൊടുക്കാം. എന്നാൽ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് മതി, എനിക്ക് ഇന്ന ടോപ്പിക്കിൽ ഇന്നൊരു പ്രസൻറ്റേഷൻ വേണം എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മൾ ലാസ്റ്റ് ടൈമും ഇവിടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡ്സ് ഉണ്ടാക്കേണ്ട ഒരു നമ്മൾ ഓരോ വീക്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത ഒരു സാധനമാണ് ഈ ഗാമ ഡോട്ട് എ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഡെക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് നമ്മൾ കുറച്ച് ഹയർ ലെവലിലുള്ള ആളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഡെക്കുകളായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് കുറച്ചൊരു ഷോർട്ടായിട്ടല്ലോ, ഒന്ന് ഭയങ്കര കണ്ടന്റ് ഭയങ്കര കുത്തി നിറച്ച പോലെ തോന്നുന്നില്ലല്ലോ. കുറച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പം അതിനകത്ത് കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഒന്നാണ് സീറോ ഡിസൈൻ വർക്ക്. എനിക്ക് തോന്നുന്നത് എൻ്റെ ടീമിലുള്ള മെമ്പേഴ്സിനെ വെച്ച് പറയുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോർമാറ്റിങ്ങിലാണ്. അതായത് കണ്ടന്റ് എല്ലാം ഓക്കെയാണ്, റിപ്പോർട്ടിൻ്റെ ആയാലും സ്ട്രാറ്റജീസിൻ്റെ ആയാലും എല്ലാ കണ്ടന്റും ഓക്കെയാണ്. പക്ഷേ അത് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഇവിടെ വരണം, ഇമേജ് ഇവിടെ വരണം, അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര കോംപ്ലിക്കേഷനാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പം അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തൊരു ടൂളായിരുന്നു ഇത്. സീറോ ഡിസൈൻ വർക്കാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെയുള്ളത് ഒരു ഡാറ്റ ഫ്രണ്ട്ലി ഫോർമാറ്റാണ്. നമുക്ക് പല എന്താ പറയുക ഒരു ക്വിക്കായിട്ടുള്ള രീതിയിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്പേഴ്സ് ഹൈലൈറ്റ് ചെയ്യേണ്ട സമയത്ത് ഫോർമാറ്റിങ്ങിന് ഇരിക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ട്രാഫിക് ഇപ്പോൾ ഒരു 150% ഇൻക്രീസ് ചെയ്തു. നമ്മൾ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അത് ബോൾഡ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ കളർ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ അതൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന ആളുകൾ വെച്ച് പറയുകയാണെങ്കിൽ അക്കൗണ്ട് മാനേജേഴ്സിന് ഭയങ്കര ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും ഇത്. കാരണം അവരാണ് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാനും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഗാൻ ചാർട്ടൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എക്സിക്യൂട്ടീവ്സ് ലെവലിലേക്ക് വരുമ്പോഴും മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്ട്രാറ്റജീസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ടീം മെമ്പേഴ്സിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പവർ പോയിന്റും ഗൂഗിൾ സ്ലൈഡ്സ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പം ഒറ്റ കാര്യമാണ് പറയാനുള്ളത്, ഇതൊരു അൾട്ടിമേറ്റ് ടൂളല്ല. ഇതിലും കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഡെക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെരിഫൈ ചെയ്യണം ഇതിനകത്ത്. പിന്നെ എനിവൺ ഒരു നല്ലൊരു എസ്തെറ്റിക്കലി ഇതായിട്ടുള്ള രീതിയിലുള്ള സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ടൂളിലേക്ക് മാറാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറയാനുണ്ടായിരുന്നത്. ഞാൻ മെയിൻലി ഇപ്പോൾ ഇതിനകത്ത് പിച്ച് പ്രസൻറ്റേഷനും ക്ലയൻറ്റ് റിപ്പോർട്ട്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിതിന് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ടിനും ഗാമ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ നമ്മൾ കസ്റ്റമായിട്ടുള്ള നമ്മളൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മളെ ഓർഗനൈസേഷൻ ഒരിക്കലും ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇവിടെ. പിന്നെയുള്ളത് ക്ലയൻറ്റ് റിപ്പോർട്ടിങ്ങിന് ഒരിക്കലും ഇത് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ, നമ്മൾ പല സോഴ്സിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്.
അപ്പം ഇപ്പോൾ ലൂക്കർ സ്റ്റുഡിയോ പോലെയുള്ള ടൂളുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ വെബ്സൈറ്റിൽ ഇത്രയും ട്രാഫിക് കൂടി, അല്ലെങ്കിൽ നമ്മളുടെ റോസ് ഇത്രയും കൂടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ലൂക്കർ സ്റ്റുഡിയോ വഴി ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന് നമ്മൾ ലൂക്കർ സ്റ്റുഡിയോൻ്റെയാണ്. ഇപ്പോൾ ഫാത്തിമ അവെയർ ആയിരിക്കും ആ കാര്യത്തിൽ. ഒരു ലൂക്കർ സ്റ്റുഡിയോയിൽ ഓട്ടോമേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ടിങ്ങിന് നമ്മൾ എടുത്തിരുന്ന സമയം വളരെയധികം കുറഞ്ഞു. അപ്പോൾ അത്രയും ക്ലയൻറ്റ് റിപ്പോർട്ടിങ് വരുമ്പോൾ എനിക്കൊന്ന് ലൂക്കർ സ്റ്റുഡിയോ ആണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് 3/4 ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഡെക്കും അപ്രൈസലിനും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അപ്രൈസൽ ഡെക്കിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ സ്കില്ലിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ AI ട്രസ്റ്റ് ചെയ്യാം. കാരണം ട്രസ്റ്റ് മീ, ഞാൻ അതിനകത്താണ് ക്രിയേറ്റ് ചെയ്തത് ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ, ഇഷ്ടമായില്ല? അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് വർക്ക് ആയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രസൻറ്റേഷൻ്റെ ഒരു ലെവലിൽ പറയുമ്പം. അപ്പം ഇതിനകത്ത് ഫ്രീ പ്ലാനാണ് ഞാനിപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ലാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാമെന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം. അപ്പോൾ ഫ്രീ പ്ലാനിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ അവർ പ്ലാൻ പറയുന്നുണ്ട്. ഇപ്പോൾ 400 രൂപ, 950, അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട്. പക്ഷേ ഫ്രീ പ്ലാനിലേക്ക് വരുമ്പം 10 സ്ലൈഡേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും സ്ലൈഡ്സ് വളരെ ഷോർട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പം 10 സ്ലൈഡ് മതി നമുക്ക്. അപ്പം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പം പ്രീമിയം ഒക്കെ എടുക്കുമ്പോൾ 60 സ്ലൈഡൊക്കെ നമുക്ക് കിട്ടും. 60 സ്ലൈഡൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും ചെയ്യുന്നൊക്കെ. അതിൻ്റെ ആവശ്യമില്ല. നമ്മളെപ്പോഴും ഐഡിയാസ് വളരെ ഷോർട്ടാക്കി വെക്കുന്നതാണ് എപ്പോൾ നല്ലത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പം ഫ്രീ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 സ്ലൈഡ് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ആർക്കെങ്കിലും വെബ്സൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ വെറുതെ ഒന്നിങ്ങനെ gamma.app എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം ഇങ്ങനൊരു വെബ്സൈറ്റിലേക്കാണ് പോവുക. ഇതിനകത്ത് എൻ്റെ പ്രൈസിലും എല്ലാ ഡെക്കും ഉണ്ട്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഡെക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ കണ്ടോ ഇവിടെ ക്രെഡിറ്റ്സ് കണ്ടോ? എൻ്റെ ഈ ക്രെഡിറ്റ്സ് ഇപ്പോൾ തീർന്നിട്ടുണ്ട്. കാരണം അത്രയും ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ്സ് തീർന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. പ്രോംപ്റ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലാണ്ട് നമുക്ക് വളരെ ഇതിപ്പോൾ ഇവിടെ ന്യൂ ഗാമ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡിഫോൾട്ട് ഒരു ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലാതെ പ്രോംപ്റ്റ് വെച്ച് ഉണ്ടാക്കാനാണ് ഈ ക്രെഡിറ്റ്സും കാര്യങ്ങളും വേണ്ടത്. അപ്പോൾ ഞാനത് നമ്മളെന്തായാലും ഒന്ന് പ്രസൻറ്റേഷനിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് കാണിക്കും. കമ്മിങ് ബാക്ക് ടു ഹിയർ, ഇതിനെന്നാ gamma.app മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല, വേറെയും കുറേ ടൂളുകളുണ്ട്. ഇപ്പം ടോം ഉണ്ട്, beautiful.ai ഉണ്ട്, സ്ലൈഡ്സ് AI ഉണ്ട്, പിച്ച് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ കുറേ ഡെക്കുകളുണ്ട്, അല്ല കുറേ ടൂൾസുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഞാനങ്ങനെ അധികം ടെസ്റ്റ് ചെയ്തിട്ടില്ല ഈ ടൂൾസ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് എനിക്കത് ജസ്റ്റിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല ഏതാണ് ബെറ്റർ എന്നുള്ളത്. ബട്ട് നമുക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ടൂൾ ഈ പറഞ്ഞ gamma.app തന്നെയാണ്. അപ്പം ഒരൊറ്റ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഇനി നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോവാം. ഇനി നമ്മൾ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പം gamma.ai ആപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു വേറെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. ജസ്റ്റ് ഇത് തുടങ്ങിയതിൻ്റെയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടാവുക. ഒന്ന് ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ തോന്നുക നിങ്ങളൊരു ഡോക്ക് ഉണ്ടാക്കി. ഇപ്പം ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡോക്കാണ്, AUവിൻ്റെ ഒരു ഡോക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല ഇത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, നേരെ ഇവിടെ വന്നിട്ട് ഈ കണ്ടന്റ് ഇല്ലേ, ഞാനിപ്പോൾ ആ ഗൂഗിൾ ഡോക്കിൽ ഉണ്ടാക്കിയ കണ്ടന്റ് ഫുള്ള് ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതൊരു ഒരു മോർ ദാൻ പ്രോംപ്റ്റിനെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ ഈ മെത്തേഡ് 2 ആണ്. ഈ ഒരു ChatGPT വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോംപ്റ്റ് എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. പ്രോപ്പർലി ഒരു കണ്ടന്റും അല്ലെങ്കിൽ എന്താ പറയുക ഇതിന് ഈ സ്ലൈഡിന് വേണ്ട കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് അതിപ്പം ഞാനൊന്ന് വായിച്ചു തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രോംപ്റ്റാണ് ആദ്യം സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഐ വാണ്ട് ടു ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ യൂസിങ് gamma.ai. അതിൻ്റെ ഒരു എഫക്റ്റീവ്ലി എനിക്ക് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ വേണമെന്നുള്ളത് പറഞ്ഞു. ആൻഡ് ഐ വിൽ ബി പ്രൈമറിലി പ്രസൻറ്റിങ് ദിസ് ടു മൈ കൊളീഗ്സ് ഇൻക്ലൂഡിങ് അക്കൗണ്ട് മാനേജേഴ്സ് ഉണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, SEO മാനേജേഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ദെൻ ഇത് കാണുന്നുണ്ടോ സ്ക്രീനിൽ? ഓക്കെ, എന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട സെക്ഷൻസ് ഇതൊക്കെയാണ്. എൻ്റെ പ്രോംപ്റ്റ് ഇത്രയും ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ് gamma.ai എന്ന് പറഞ്ഞ സ്ലൈഡ് വേണം. പിന്നെ ഈ നമുക്ക് ഡെയിലി ടാസ്കിന് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് വേണം. പിന്നെ ഇതിൻ്റെ ഫ്രീ പ്ലാനിനെ കുറിച്ച് ഒന്ന് പറയണം. പിന്നെ 4 ways to generate slides using gamma.ai. പിന്നെ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ജനറേറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് അഡീഷണലി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 സ്ലൈഡ് ഉണ്ടാക്കി. കാരണം 10 സ്ലൈഡ് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് 10 ടോപ്പിക് ഉണ്ടാക്കി. ദെൻ
ഇത് ഇവിടെ പ്രോംപ്റ്റ് ചെയ്താൽ മതി, ഇവിടെ കൊണ്ടുപോയിട്ട് എൻ്റർ ചെയ്താൽ മതി. ഉണ്ടോ, ഇവിടെ കൊണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. പക്ഷേ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അഡീഷണലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT പോവുക, കുറച്ചും കൂടെ ബെറ്റർ ആക്കണം, കുറച്ചും കൂടെ കണ്ടന്റ് ക്രിസ്പായിട്ട് വരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ChatGPT എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റർ ചെയ്ത ഒരു പ്രോംപ്റ്റ് ഇല്ലേ, ഈ ഒരു പ്രോംപ്റ്റ് തന്നെ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT അത് കണ്ടന്റ് ആക്കിയിട്ട് തരും. ഇപ്പം എൻ്റെ ചാറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പോൾ ഇത്രയും വലിയൊരു പ്രോംപ്റ്റ് ഞാൻ ആദ്യം എൻ്റർ ചെയ്തു. അതിനുശേഷം എന്താ പറയുക, ChatGPT പറഞ്ഞു ഇതിങ്ങനെയാണ്, ഇതിൻ്റെ സ്ട്രക്ചർ ഇതായിരിക്കും ബെറ്റർ എന്നുള്ള ഇതിൽ എനിക്ക് സജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതിൻ്റെ കണ്ടന്റ് എഴുതാൻ പറഞ്ഞു. റൈറ്റ് കോണ്ടന്റ് ഫോർ എന്നുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം അപ്പോൾ എനിക്ക് കണ്ടന്റ് ഫുള്ള് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കണ്ടന്റ് ഫുള്ള് 10 സ്ലൈഡിൻ്റെ ഫുള്ള് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഓക്കെ എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ വന്നു, ഇവിടെ ഒന്ന് ഈ കണ്ടന്റ് ഫുള്ള് ChatGPT കിട്ടിയിട്ടുള്ള കണ്ടന്റ് ഫുള്ള് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ എഡിറ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡീറ്റെയിൽഡ് വലിയൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് ഇത് ചോദിക്കുന്നത് എങ്ങനെ വേണം, മിനിമലായിട്ട് വേണോ അതോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ വേണോ അതോ എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ കൊടുത്ത കണ്ടന്റ് എല്ലാം എക്സാക്ട്ലി അതേപോലെ വേണമെന്ന് ചോദിക്കും. അപ്പം ഞാനിപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത് മിനിമലാണ്. കാരണം പക്ഷേ ഞാനിപ്പം അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്. അത് കൊടുത്തു. ദെൻ അഡീഷണലി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതൊക്കെ കൊടുക്കാം. പിന്നെ പ്രൊഫഷണൽ ടോൺ വേണോ അതോ കാഷ്വലായിട്ടോ ഫോർമലായിട്ടോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അഡീഷണലി തീംസ് ഉണ്ട്, ഒരുപാട് തീംസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ ഒരു ഇതുപോലെ ഇരിക്കും. പിന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യും, നിങ്ങൾ ഏത് ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ തീംസിൻ്റെ ഓപ്ഷൻസ്. ചിലപ്പം കളർ മാറാം. ഇപ്പോൾ ബ്ലൂ സ്റ്റീക്കിനാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പലപ്പോഴും ബ്ലൂ, നമ്മളൊരു കളറുണ്ട്, ഒരു കളർ കോഡുണ്ട്, ഒരു 25 അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു കോഡുണ്ട്. ആ കോഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ കൊടുക്കാം. പിന്നെ ഏറ്റവും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ഇമേജ് സോഴ്സ് ആയിട്ട് വെക്കണം, നമ്മളെ സ്ലൈഡിൽ ഏതൊക്കെ ഇമേജ് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ദ ബെസ്റ്റ് ഇമേജ് ടൈപ്പ് എന്നുള്ളത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും അവിടെ വരും. സൈഡിൽ ഇല്ലസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഒരു മദർ ആൻഡ് ബേബി കെയർ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള എല്ലാ ഇമേജസും എന്തായിരിക്കണം, ബേബീൻ്റെയോ മദറിൻ്റെയോ അങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കണം. അപ്പോൾ അത് കറക്റ്റ് വർക്ക് ആയിട്ടുണ്ട് ഇത് ചെയ്ത സമയത്ത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഇമേജും സെലക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ AI ഇമേജസ് എന്താ പറയുക, AI ജനറേറ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. ഓരോ ക്രെഡിറ്റ് പോകും നമ്മൾ ഓരോ സമയം ഉപയോഗിക്കുമ്പോൾ. ഇപ്പം ഞാനിതിപ്പം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അതിനകത്ത് കാണിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് 10 സ്ലൈഡ് വരെ എനിക്കിപ്പം ഈ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഈ ടെംപ്ലേറ്റിൽ ഉണ്ടാക്കാം. പക്ഷേ അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ക്രെഡിറ്റ് പോകും. ആൻഡ് പിന്നെ ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് എങ്ങനെ വേണം എന്നുള്ളത്. ഇപ്പം ഈ Gamma.app എന്ന് പറയുന്ന സംഭവം പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഇതൊരു വെബ്സൈറ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റായിട്ട് ആക്ട് ചെയ്തോളൂ ആ സാധനം. അതിനകത്തേക്ക് നമുക്ക് എന്താ പറയുക, അനലറ്റിക്സ് വഴി ട്രാക്ക് ചെയ്യാനും എല്ലാം പറ്റും. ഇൻബിൽട്ട് അനലറ്റിക്സും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പം ഞാൻ ഇത്രയും കണ്ടന്റ് ഇപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല, വലിയ എഫേർട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എൻ്റെ പ്രോംപ്റ്റ് എൻ്റർ ചെയ്തു, എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു, എൻ്റെ കളർ ടോൺ ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു. ദെൻ ഞാൻ എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സിംപ്ലി കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കുറച്ച് ലോങ് ആണ്, എൻ്റെ കണ്ടന്റ് ഫുള്ള് ഭയങ്കര ലോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഈ തീമൊന്നും ഇഷ്ടമായില്ലെങ്കിൽ സൈഡിൽ തീം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ തീം ഇങ്ങനെ മാറ്റാൻ പറ്റും. എന്നിട്ട് കേട്ടോ ഇതിപ്പോൾ കംപ്ലീറ്റ്ലി മാറി വരും. ഇനിയിപ്പോൾ പിങ്ക് വേണ്ടവർക്ക് അത് കൊടുക്കാം. പിന്നെ ബാക്ക് ടു എൻ്റെ ഒരു ഗാമ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡെക്കിലേക്ക് പോയിക്കൊണ്ടിരുന്ന കുറച്ചും കൂടെ അത് ക്ലാരിറ്റിയിൽ മനസ്സിലാവും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ തീം എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഞാൻ ബ്ലൂ സ്റ്റീക്കിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഈ പ്രസൻറ്റേഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കസ്റ്റം തീമാണ്. അപ്പോൾ ആ തീമിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പല ബ്രാൻഡിനും പല ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഡിസൈനേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം കറക്റ്റ് കുറച്ചും കൂടെ കാര്യമായിട്ട് മനസ്സിലായിരുന്നു. ഇപ്പം ഓരോ ബ്രാൻഡിനും ഓരോ ഫോണ്ടുകളുണ്ട്.
അപ്പോൾ ആ ഫോണ്ടോ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഫോൺസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഇവിടെ കണ്ടോ, ഇത് ഞാൻ ഇപ്പം ബ്ലൂ സ്ട്രീക്കിൻ്റെ ആ കളർ വെച്ചിട്ടുള്ളത്, ആ കളർ സെറ്റ് ചെയ്തു. ഞാൻ എന്ത് സ്ലൈഡ് ഉണ്ടാക്കിയാലും ബട്ടൺസും കാര്യങ്ങളൊക്കെ ബ്ലൂ സ്ട്രീക്കിൻ്റെ പോലെ വരണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഡീഷണലി ഹെഡിങ്ങിന് ഏത് കളർ കൊടുക്കണം, ബോഡി കളർ ഏത് കൊടുക്കണം എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് റെലവൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡ്സിൽ വരുമ്പം നമ്മളെല്ലാ ടെക്സ്റ്റ് എലമെൻറ്റും എടുത്തിട്ട് കളർ മാറ്റണം. പക്ഷേ ഇവിടെ അത് ചെയ്യേണ്ട. ഇവിടെ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഇത് മാറ്റിയാൽ മതി. ബേസിക് ബാക്ക് എൻഡിൽ വന്നിട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എൻറ്റയർ ഇത് മാറും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരുവാണെങ്കിൽ, എനിക്കിപ്പോൾ ഇത് ബ്ലാക്ക് വേണ്ട, വൈറ്റ് ആണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്കിൽ ഇത് ഫുള്ള് മാറും. ഈ സ്ലൈഡ് ഫുള്ള് മാറി. ഇനി നമ്മളത് കസ്റ്റമായിട്ടൊന്നും എഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പം ബാക്ക് ടു ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ആൻഡ് അഡീഷണൽ ഉള്ളത് ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാം. ഫോണ്ടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ബ്രാൻഡിൻ്റെ ഫോണ്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഹെഡിങ്ങിന് ഏത് ഫോണ്ട് വേണം, ഒരൊറ്റ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അത് മാറും. ഇപ്പം കണ്ടില്ലേ, ഹെഡിങ് എല്ലാത്തിൻ്റെയും ഹെഡിങ് മാറി. ആൻഡ് അഡീഷണലി ഉള്ളത് ലോഗോയിൻ്റെ കേസ്. ലോഗോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടോ, ബ്ലൂ സ്ട്രീക്കിൽ നിന്ന് വന്നതുണ്ടോ. അപ്പോൾ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇതായിരിക്കും, നമ്മളെ ബ്രാൻഡ് നെയിം എപ്പോഴും അവിടെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ആൻഡ് അഡീഷണലി ഉള്ളത് കുറച്ച് ഈ റൗണ്ടഡ് കോർണേഴ്സൊക്കെ അവനെ എസ്തെറ്റിക് കുറേയും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷനൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതിപ്പം ഒരു റെക്റ്റാങ്കിൾ ഇതായി, എന്നാൽ ഇവിടെ റൗണ്ടഡ് കോർണറായി. അപ്പോൾ ആ രീതിയിലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നത്, കസ്റ്റം ഇമേജ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇമേജ് ആഡ് ചെയ്യുന്നെങ്കിൽ ഫുൾ സ്ക്രീൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലാണ്ട് ഇങ്ങനെ ക്രോപ്ഡ് ആയിട്ടുള്ള രീതിയിൽ വെക്കാം. ക്രോപ്ഡ് ആയിട്ട് രീതിയിൽ വെക്കുമ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു ബ്ലറി ഒരു ഇത് വരും. നമ്മൾ യൂട്യൂബിലൊക്കെ വരുന്നില്ലേ, ആംബിയൻസ് മോഡ് പോലെ വരും. അപ്പോൾ അത് നമ്മൾ എൻ്റയർ കളർ പാലറ്റിൽ നിന്ന് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതല്ലാതെ വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് ഇത് മാറ്റാനുള്ള എന്തായാലും ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പം എനിക്കത് അറിയാത്തതായിരിക്കാം. ആൻഡ് പിന്നെ ഉള്ളത്, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ കൂടി ഇവിടെ വന്നിട്ട് ലേ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ചേഞ്ച് ലേ ഔട്ടൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും. പക്ഷേ നെറ്റ് ലോഡ് ആവുന്നില്ല. ഓക്കെ, ഇതുണ്ട്. ഇപ്പം എനിക്ക് ഇത് ഇഷ്ടമായില്ല, എനിക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ ഈ രീതിയിലാക്കാം. ഒറ്റ ക്ലിക്കിൽ അതെല്ലാം ആയിക്കോളും. നമ്മൾ വീണ്ടും പോയിട്ട് ഫോർമാറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് ഇപ്പം ഞാൻ തൽക്കാലം നേരത്തെ തന്നെ ആക്കി വെക്കുകയാണ്. ഓക്കെ, ഇതല്ലായിരുന്നു നമ്മളെ. ഓക്കെ, ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അഡീഷണലി ഉള്ളത്, ഈ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഈസിയാണ്. ഇപ്പം ഇതിനകത്ത് ഇപ്പം വരുവാണെങ്കിൽ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണോ നിങ്ങൾ ഗൂഗിൾ സ്ലൈഡ്സിൽ ചെയ്യുന്നത് അതിനെക്കാട്ട് ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4x4 ടേബിൾ ആഡ് ചെയ്യുന്ന വെച്ചാൽ കസ്റ്റമായിട്ട് ഇവിടെ വന്നു, ഒറ്റ അടിക്ക് തന്നെ അവിടെ വന്നു. ഗൂഗിൾ സ്ലൈഡിനെക്കാട്ടും ഭയങ്കര ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇമേജസിൻ്റെ കാര്യം പറയുമ്പം, ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ഇമേജ് വിത്ത് AI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. കണ്ടോ, AI ഇമേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, എൻഹാൻസ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് പോലും എൻ്റർ ചെയ്യണ്ട. എൻഹാൻസ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു പ്രോംപ്റ്റ് വരും. അപ്പോൾ ഞാനിത് ഇവിടെ കൊടുത്തു, ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പ്രോ വേണമെന്ന് കാണിക്കും. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്രെഡിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. തൽക്കാലം ഞാൻ ഈ ഒരു ഇതിനകത്ത് കാണിക്കാം. എനിക്കിപ്പോൾ ഈ ഇമേജ് ഇഷ്ടമായില്ല, തൽക്കാലം എനിക്ക് ഈ ഇമേജ് മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ AI ഇമേജിൽ വന്നു. തൽക്കാലം എനിക്ക് വേണ്ടത് എൻഹാൻസ് പ്രോംപ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അഡീഷണൽ ആ ഒരു ഇമേജ് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് വെച്ചിട്ട് അത് റീപ്ലേസ്ഡ് ആവും. യെസ്, കണ്ടോ, ഈ രീതിയിൽ വരും. ഇതെവിടെ യൂസ്ഫുൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മദർ ആൻഡ് ബേബി കെയർ വെബ്സൈറ്റിന് വേണ്ടി വർക്ക് ചെയ്ത സമയത്ത് ഈ മദർ ബേബി പ്രൊഡക്ട്സിൻ്റെ ഇമേജ് അതെല്ലാം ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നത്, ഗാൻ ചാർട്ടും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടന്റ് പ്ലാൻ കൊടുക്കുന്ന അക്കൗണ്ട് മാനേജേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റേഴ്സ് ആയിരിക്കാം. കണ്ടന്റ് പ്ലാനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം വളരെ ഈസി ആയിട്ട് ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് എന്നും പറഞ്ഞിട്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഗാൻ ചാർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം വെറുതെ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ വീണ്ടും പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാനത് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അഡീഷണലി ഉണ്ടായിരുന്നത് ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് എവിടേക്ക് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
മെയിൻലി സ്ട്രാറ്റജീസ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ പ്ലാൻസ് മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്ലയൻറ്റിന് പ്ലാൻ കൊടുക്കുന്നത്. അപ്പം അതായത് വീക്ക് 1 ഇതായിരിക്കും നമ്മൾ പ്ലാൻ, വീക്ക് 2 നമ്മൾ ഇതിനകത്തായിരിക്കും വർക്ക് ചെയ്യുന്നത്, വീക്ക് 3 ആകുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും, പ്രീവിയസ് മന്തായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്താ വർക്ക് ചെയ്യുന്നത് എന്താ വർക്ക് ചെയ്യാത്തത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഫോക്കസ്. ആ 4th മന്ത് ആകുമ്പോൾ നമ്മൾ 4th വീക്ക് ആകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് മന്തിലേക്കുള്ള പ്ലാൻ സെറ്റപ്പ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനൊക്കെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്തത്. യൂഷ്വലി നമ്മളൊരു 2 hours എത്രയൊക്കെ നമ്മൾ റിപ്പോർട്ടിങ്ങും അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റേഷൻ എടുക്കുന്ന സമയത്ത് ഇതൊരു 1/2 hour ഇതിനകത്ത് വന്നു. പക്ഷേ ഇതിനകത്ത് അഡീഷണലി എനിക്കിവിടെ പറയാണ്ടിരുന്നൊരു കാര്യം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ചോദിക്കുന്നതാണ് ഞാൻ വിചാരിച്ച്, ചോദിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ക്യാൻ ബി ഇൻ്റഗ്രേറ്റ് അവർ അനലിറ്റിക്കൽ ടൂൾസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് വിശാഖ ചോദിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, റിപ്പോർട്ടിങ് വരുമ്പം എപ്പോഴും നമ്മളെ മനസ്സിൽ നമ്പേഴ്സ് ഉണ്ടാവുക, സെയിൽസ് എത്രയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ആഡ് ടു കാർട്ട് എത്ര വന്നു, അല്ലെങ്കിൽ ഓർഗാനിക് ട്രാഫിക് എത്രയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പം ആ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും അതല്ല ഇവിടെ കിട്ടുന്നത്. പക്ഷേ കിട്ടില്ല, ഭയങ്കര ലിമിറ്റഡ് ആണ്. പക്ഷേ ഗൂഗിൾ സ്ലൈഡ്സുമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഗൂഗിൾ ഷീറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. ചാറ്റ് GPT എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. കണക്ഷൻസ് ഇല്ലേ ചാറ്റ് GPT, അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അഡീഷണലി അനലിറ്റിക്കൽ ടൂൾസിലേക്കൊന്നുമുള്ള ഒരു കണക്ഷൻ ആസ് ഓഫ് നൗ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ബീറ്റ വേർഷൻ ഉണ്ട്, അതിനകത്ത് എന്തൊക്കെയോ പുതിയൊരു കാര്യങ്ങൾ അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പോർട്ടിങ്ങിന് ഇത് ഉപയോഗിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ലൂക്കസ് സ്റ്റുഡിയോ ഉപയോഗിക്കാം. അതാകുമ്പം ഡേറ്റ് റേഞ്ച് മാത്രം വൺസ് നിങ്ങൾ ഫസ്റ്റ് ഒരു റിപ്പോർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു അപ്കമിങ് ഒരു 6 to 7 months 8 months നിങ്ങൾക്കത് ഡേറ്റ് റേഞ്ച് മാത്രം മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫർദർ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്, ലൂക്കസ് സ്റ്റുഡിയോ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഉള്ളത് മോർ സ്ലൈഡ് ടെംപ്ലേറ്റ്സ് കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല, അത് പ്രീമിയത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നത് 10 slides ഒതുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പ്രസൻറ്റേഷൻ ഇപ്പോൾ ഒരു മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു SEO സ്ലൈഡ് ഓൾമോസ്റ്റ് ഒരു 50 slides ഒക്കെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വളരെ ഒരു 10 slides ചുരുക്കി കമ്മ്യൂണിക്കേഷനിലൂടെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അൺലോക്ക് ചെയ്യേണ്ട ഒരു മോർ സ്ലൈഡ്സ് അൺലോക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് പിക്ചേഴ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആവശ്യം വരും. ആസ് ഓഫ് നൗ ഞാനിപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷനിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഷുഡ് ഐ വെരിഫൈ മൈ സ്ലൈഡ്സ് ബിഫോർ ഷെയറിങ്? ഡെഫിനറ്റ്ലി ചെയ്യണം. AI ആണ് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയ പലപ്പോഴും കറക്റ്റായിട്ട് വരാറില്ല. അപ്പം കണ്ടന്റിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇരിക്കണം. ലാസ്റ്റ് വെരിഫൈ ചെയ്യുന്ന ഒരു രീതിയിൽ ഇരിക്കണം. ജസ്റ്റ് എന്താ പറയുക ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്തിട്ട് ചാറ്റ് GPT ഹെൽപ്പ് കൊണ്ട് മാത്രം അത് ചെയ്യരുത്. ലാസ്റ്റ് നിങ്ങളത് വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഉള്ളത് ക്യാൻ ഐ കസ്റ്റമൈസ് ലുക്ക് ആൻഡ് ഫീൽ ഡെഫിനറ്റ്ലി ചെയ്യാം. നേരത്തെ കാണിച്ചു പോലെ തന്നെ തീമിൽ പോയിട്ട് കളർ കോഡും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് ഗൂഗിൾ സ്ലൈഡ്സും പവർ പോയിൻറ്റും എന്താ പറയുക കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AI ക്യാപ്പബിലിറ്റീസ് കുറേ ഇതിനകത്തുണ്ട്. AI എൻഹാൻസ്മെൻറ്റ്സ് കുറേ ഉണ്ട്. അതായത് പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാം, ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടേബിളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടന്റ് വെച്ചിട്ട് തന്നെ അവർ തന്നെ ഉണ്ടായിക്കോളും. അപ്പം അത്രയും ഈസിയാണ് ഈ ഒരു കാര്യം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റ് അസൈൻമെൻറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴാണ്. ആ ഒരു മീറ്റിങ്ങിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടൂൾ നിങ്ങൾക്ക് റിലേ ചെയ്യാം. ഡെഫിനറ്റ്ലി വേറെ ഏത് ടൂൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ റിസൾട്ട്സ് ഇത് കൊണ്ടുവരും, ഈ ഒരു Gamma.app കൊണ്ടുവരും. പിന്നെ വേറൊരു ഡൗട്ട് എന്നല്ല, Gamma.app ഒരിക്കലും ഒരു സ്ലൈഡ്സിന് വേണ്ടി മാത്രമുള്ളതല്ല. ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വെബ് പേജ്. ഒരു വെബ് പേജ് ഞാനിപ്പോൾ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുവാണെങ്കിൽ, ഗ്രൂപ്പിലിടുവാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ് പേജ് ലോഡാവുന്ന പോലെ ലോഡാവും. ആൻഡ് ഇതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനലിറ്റിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത് ട്രാക്ക് ചെയ്യാനും പറ്റും. അപ്പം ഇത്രമായിരുന്നു. വേറെ എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യനോ അങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നിശാഗര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് തമാശയൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി കണ്ടന്റ് കലണ്ടർ റൈറ്റേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെപ്പോഴും എഴുതുന്ന കണ്ടന്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്നത് കണ്ടിട്ടുള്ള പ്രസൻറ്റേഷനിലൊക്കെ. അപ്പോൾ ആ തീം പിടിച്ചിട്ട് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഉപയോഗിക്കാം. 10 സ്ലൈഡ് പറ്റുള്ളൂ. 10 സ്ലൈഡ്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 400 ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ക്രെഡിറ്റ് ഇമേജ് ജനറേഷൻ നമുക്ക് ഉപയോഗിക്കാം, ഓരോ തവണയും സ്ലൈഡ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ ഓരോ സമയം ഉപയോഗിക്കുമ്പോൾ ഈ ക്രെഡിറ്റ് തീർന്നുകൊണ്ടിരിക്കും. അപ്പം
എന്നാൽ അത് തീർന്നു കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാണ്ടൊന്നുമില്ല. നിങ്ങൾക്ക് ന്യൂ ഗാമ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമായിട്ട് ഉണ്ടാക്കുക. പ്രോംപ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൂ. ന്യൂ ഗാമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ സ്ലൈഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഉപയോഗിക്കാം. അപ്പോഴും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ സൈഡിലൊക്കെ ഞാൻ കുറച്ച് ടൂൾസ് കാണിച്ചു തന്നിട്ടുണ്ടായില്ല. ഈ ടൂൾസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഗൂഗിൾ സ്ലൈഡ്സിലോ പവർ പോയിന്റിലോ ഉള്ളതിനെക്കാട്ടും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ പവർ പോയിന്റിന് ഒരിക്കലും താഴ്ത്തി പറയുന്നതല്ല. പവർ പോയിന്റ് ഭയങ്കര പൊട്ടൻഷ്യലുള്ള സാധനമാണ്. ഉപയോഗിക്കാൻ അറിയുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും കിടിലനായിട്ടുള്ള ഒരു നമ്മൾ സിനിമയെ കാണുന്ന പോലത്തെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും നന്നായിട്ടുള്ള ഷെയറിൽ പക്ഷെ അത് കറക്റ്റ് ഫോർമാറ്റിംഗ് ആയിട്ട് വരില്ല. ഇവിടെ കണ്ടോ, പവർ പോയിന്റ് ഉണ്ട്, ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റൈൽസും വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമ്മൾ തന്നെ പിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ട് മാനേജറിന് ഒരു ടെംപ്ലേറ്റ് ആണ്, വേറെ അക്കൗണ്ട് മാനേജറിന് വേറെ ടെംപ്ലേറ്റ് ആണ് വരാറ്. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, മാച്ച് സ്റ്റൈൽസിന് ചോദിക്കില്ലേ, അതുപോലെ കൊടുത്തു കഴിഞ്ഞാലും മാച്ച് ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാതിരിക്കണം. അപ്പം അതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെ പ്രസൻറ്റേഷൻ ആക്കുന്നതായിരിക്കും കംപ്ലീറ്റ്ലി നല്ലത്. അല്ലെങ്കിൽ PDF ആയിട്ടോ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ 2 തവണ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇമ്പോർട്ട് ചെയ്ത്. അതെ, ഇപ്പം എനിക്കിപ്പം ഇതിനകത്ത് 10 സ്ലൈഡേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 12 സ്ലൈഡ് ആയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു ന്യൂ ആഡ് ചെയ്തു. ഗൂഗിൾ സ്ലൈഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ വന്നു ന്യൂ ആഡ് ചെയ്തു. ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് 10 നമുക്ക് കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ കൊടുത്ത ഡേറ്റ അല്ല അതായത് രാജ്യം പറഞ്ഞ മെത്തേഡിൽ തന്നെ ജനറേറ്റ് ചെയ്തു. ആ ഒരു ചാറ്റ് യൂസ് ചെയ്ത് പ്രോംപ്റ്റ് എടുത്തു, നമ്മൾ ഡേറ്റ കൊടുത്തു. സാധനം കൊടുത്തതിന് ശേഷം ഇതിന്റെ ഔട്ട് വന്നിരിക്കുന്നത് എക്സാക്ട്ലി ഡിഫറെന്റ് ആയിട്ട് അത് ആവശ്യമില്ലാത്ത കുറെ സ്ഥലങ്ങളിൽ ആയിരിക്കും. അവിടെയാണ് ഈ പറഞ്ഞൊരു ഓപ്ഷൻ ബെറ്റർ ആവുന്നത്. ഫസ്റ്റ് ചോദിക്കില്ലേ ഡീറ്റെയിൽഡ് ആയിട്ട് വേണോ ഷോർട്ടായിട്ട് വേണോ എന്നുള്ളത്. അപ്പോൾ ഷോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ഇതിൻ്റെ ഹാലുസിനേഷൻ പരിപാടി ഉണ്ട്. പല കാര്യങ്ങളും എഴുതി തരും, പല കാര്യങ്ങളും ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ അത് ഉപയോഗിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഹാലുസിനേറ്റ് ചെയ്ത് Gamma.app അല്ലാന്ന് തോന്നുന്നു, ചാറ്റ് GPT ആണെന്ന് തോന്നുന്നു. കൊടുത്ത ഡാറ്റേൻ്റെ എന്തോ പ്രശ്നമാണ്. ചാറ്റ് GPT ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് എക്സൽ പോലത്തെ എക്സൽ ഡാറ്റ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, CSV ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. യൂസ് ചെയ്ത് നോക്കണേ, നല്ല ടൂൾ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും അപ്രൈസലിനെങ്കിലും ഇത് ഉപയോഗിക്കണം. നല്ല രീതിയിൽ വർക്കാവും, ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ വർക്കാവും.